കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. ഇത് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോർട്ട് ഓർഡറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഓർഡർ എന്താണെന്നുള്ളത് ആദ്യം പറയാം, അതിനുശേഷം അത് എക്സ്പ്ലെയിൻ ചെയ്യാം. സ്ട്രിക്റ്റ് പ്രൂഫ് ഓഫ് മാരേജ് നോട്ട് പ്രീ കണ്ടീഷൻ for maintenance when couple has been living together as husband and wife for long time എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഏതെങ്കിലും ഒരു പെൺകുട്ടിയും പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയും പ്രായപൂർത്തിയായിട്ടുള്ള ഒരു ആൺകുട്ടിയും ഒരുമിച്ച് വളരെ കാലത്തോളം ഒരു വീടിൻ്റെ അല്ലെങ്കിൽ ഒരു കൂരയ്ക്ക് ഉള്ളിൽ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ വളരെ കാലം ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ താമസിച്ചിട്ടുള്ള സ്ത്രീ ഇവർ തമ്മിൽ കല്യാണം കഴിച്ചിട്ടില്ല എന്നും വിചാരിക്കുക, അല്ലെങ്കിൽ കല്യാണം കഴിച്ചു പക്ഷെ മാരേജ് സർട്ടിഫിക്കറ്റ് ഇല്ല എന്നും വിചാരിക്കുക. ഓക്കെ, അങ്ങനെ മാരേജ് സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ത്രീക്ക് ഭർത്താവിനെതിരെ മെയിൻ്റനൻസിന് വേണ്ടി കേസ് ഫയൽ ചെയ്യുവാനായിട്ട് സാധിക്കുമോ എന്നാണ് ചോദ്യം. അപ്പോൾ അതിന് കോടതി പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കാലം ഭാര്യയും ഭർത്താവും പോലെ മീൻസ് ലിവിങ് ടുഗദർ പോലെ താമസിക്കുകയും കല്യാണം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ ചെയ്താലും മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ പോലും അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? മെയിൻ്റനൻസ് മേടിക്കുവാനായിട്ട് കേസ് ഫയൽ ചെയ്യുവാനും ആ ഒരു ഡ്യൂറേഷനെ ബേസ് ചെയ്തുകൊണ്ട് ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും അദ്ദേഹത്തിൻ്റെ വരവ് ചെലവ് എല്ലാം കഴിഞ്ഞതിന് ശേഷം വരുന്ന എമൗണ്ടിൻ്റെ ഒരു പെർസെൻറ്റേജ്, അതായത് ഭർത്താവിൻ്റെ ലിവിങ് സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു എമൗണ്ട് മെയിൻ്റനൻസ് ആയിട്ട് മേടിക്കുവാനായിട്ട് ഭാര്യയ്ക്ക് കഴിയുമെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാകണമെന്ന് യാതൊരു വിധത്തിലുള്ള നിബന്ധനയും ഇല്ല എന്ന് കോടതി വ്യക്തമായി പറഞ്ഞ് വെച്ചിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു വിധിയാണ്. അപ്പോൾ ആർക്കെങ്കിലും മാരേജ് സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുള്ള പേരിൽ ലിവിങ് ടുഗദറിലൊക്കെ നിൽക്കുന്ന ആൾക്കാരും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കോടതിയെ അപ്രോച്ച് ചെയ്യാം, മെയിൻ്റനൻസ് തുക മേടിച്ചെടുക്കുവാനും സാധിക്കും. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.